സത്യം പറഞ്ഞാൽ ഒരനുഭവം കേട്ട് ഒന്ന് ഞെട്ടിപ്പോയി. അവരയച്ചു തന്നപ്പോൾ ഞാനത് വീണ്ടും ഒന്നും കൂടി അയച്ചു തരാൻ പറഞ്ഞു. വായിച്ചിട്ട് ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ അത്ഭുതം എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ. എന്ത് തന്നെയായാലും വിശ്വാസമുള്ള ആളുകൾക്ക് ഇതൊക്കെ എന്താണ് മായ്ക്കാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നെയാണ്. അപ്പം നേരിട്ട് കേട്ടു നോക്കാം. എൻ്റെ പേര് ജീനയാണ് അയച്ചു തന്നത്. കഴിഞ്ഞ 2018 ജൂലൈ മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം മുതൽ എൻ്റെ തലയ്ക്കകത്ത് എന്തോ ഒരു മന്ദത പോലെ, എൻ്റെ ശരീരം തളർന്നു പോകുന്നത് പോലെ. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. പെട്ടെന്ന് വണ്ടി എടുത്തു പോയി. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ ട്യൂബൽ പ്രഗ്നൻസിയാണ്. ട്യൂബൽ പ്രഗ്നൻസി എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? പ്രഗ്നൻസി ട്യൂബിലായി മാറുന്നതാണ് ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ട്യൂബ് പൊട്ടി ശരീരം മുഴുവനായി. പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. എൻ്റെ ബോധം മറഞ്ഞു പോയിരുന്നു. അനസ്തീഷ്യ തന്നു. രാവിലെ കഴിച്ച ഫുഡ് വോമിറ്റ് ചെയ്തു. ലങ്സിൽ പോയി. അപ്പോൾ 2 അപകടമായി. ഒരേ സമയത്ത് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. വെന്റിലേറ്ററിൽ വെച്ചു. ജൂലൈ 6 മുതൽ 23 വരെ. ഒരു തേഴ്സ്ഡേ രാവിലെ വെന്റിലേറ്റർ മാറ്റാൻ തീരുമാനമായി. അപ്പോൾ വെന്റിലേറ്റർ മാറ്റാൻ വെച്ചാൽ അറിയാലോ, ഇനി ജീവനില്ല എന്നുള്ള കാര്യം. എൻ്റെ അബോധ മനസ്സിൽ അങ്ങനെയാണ്. ഞാൻ അബോധ മനസ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് നമ്മൾ ആ ഒരു ടൈമിൽ ആ ഒരു മനസ്സ് കുറേ മയിൽപ്പീലിയും മഞ്ഞപ്പട്ടും എന്തൊക്കെയോ ആണ് കാണുന്നത്. ഭാരം കുറഞ്ഞു പോകുന്നത് മാതിരി ആ ഒരു നിമിഷം. പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചൂട്. ഞാൻ കണ്ണനെ വിളിച്ചു. പെട്ടെന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ ഞെട്ടി എഴുന്നേറ്റ്. ചുറ്റും കുറേ ആളുകൾ, ദേഹം മുഴുവൻ ട്യൂബ്. എൻ്റെ മനസ്സ് വിറച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. 2 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ചെയ്തു. ഡോക്ടേഴ്സ്, നേഴ്സ് എല്ലാവർക്കും ഞാൻ മിറക്കിളായി. എൻ്റെ കണ്ണനെ കണ്ട നിർവൃതി. ഹോസ്പിറ്റലിൽ അവർ ബില്ല് പകുതിയായി കുറച്ചു. എന്തെല്ലാം നടന്നു എല്ലാം എൻ്റെ കണ്ണൻ നേരിട്ട് നടത്തിത്തന്നു. ഇന്നു വരെയുള്ള എൻ്റെ കാര്യങ്ങൾ ഭഗവാൻ നേരിട്ട് നടത്തി തരികയാണ്. ഞാനിപ്പോഴും ആ ഭാരം കുറഞ്ഞ ആ പൊങ്ങുതടിയാണ്. നമ്മൾ തീരുമാനിക്കുന്ന ഒന്നുമല്ല, എല്ലാം ഭഗവാനാണ്. ആ ഹോസ്പിറ്റലിൽ ഉണ്ടായുള്ള സംഭവം അവർ എഴുതി അയച്ചപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവർ അബോധ മനസ്സിലാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് മുഴുവൻ ക്ലാരിറ്റി ആയിട്ട് അവർക്ക് പറഞ്ഞു തരാനും പറ്റിയില്ല. എന്തായാലും അവർ കണ്ടത് മയിൽപ്പീലിയും ഓടക്കുഴലും ഒക്കെയാണ്. അപ്പോൾ അതൊരു സംഭവം മിറക്കിൾ തന്നെയാണ്. പിറ്റേന്ന് വെന്റിലേറ്റർ മാറ്റുക എന്ന് പറയുന്നിടത്തുനിന്ന് ആ ജീവിതം തിരിച്ചു കിട്ടുക. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭഗവാന്റെ മയിൽപ്പീലി ഓടക്കുഴലൊക്കെ കാണുക. നമ്മൾ മരണത്തിലേക്കുള്ള ഒരു സ്റ്റേജ് ഫീൽ ചെയ്തവർ പറയുന്നത് ആ സമയത്ത് പലതും സംഭവിക്കുന്നുള്ളതാണ്. പല അനുഭവങ്ങളും നമുക്കുണ്ടാവും. അങ്ങനെ ഈ ചേച്ചി തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഭക്തർക്ക് ഇതിൽ കൂടുതലൊന്നുമില്ല. നമ്മളെപ്പോഴും ആ ചേച്ചിയുടെ ചിന്ത എപ്പോഴും ഗുരുവായൂരപ്പിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചത്. വേറെ ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.